കോഴിക്കോട് ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ വെളിച്ചെണ്ണ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഷഹദ് റഹ്മാനുണ്ട് സ്ഥലത്ത് നിന്ന്. ഷഹദ്, ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എത്ര ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണോ അറിയാൻ സാധിക്കുന്നത്? ശ്രുതി, തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഏകദേശം 15ഓളം യൂണിറ്റ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 13 യൂണിറ്റാണ്. ഈ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തീ അണയ്ക്കാൻ സാധിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏകദേശം 8 മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇത് വെളിച്ചെണ്ണ മില്ലായതുകൊണ്ട് തന്നെ ഇവിടെ ഈ കൊപ്ര ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഉൾവശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ JCB കൊണ്ടുവന്ന് അതിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിൽ 95% തീ അണച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രദേശത്ത് മുഴുവൻ ഇപ്പോൾ പുക വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. നിലവിൽ ഈ കൂട്ടിയിട്ട കൊപ്ര, അതുപോലെ തന്നെ പിണ്ണാക്ക് എണ്ണ, ഈ ടാങ്ക് എന്നിവയെല്ലാമാണ് കത്തി നശിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഒരു ലോറി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. സാർ, പൂർണ്ണമായിട്ടും ഇപ്പം തീ അണച്ചു അല്ലെ? ഇനിയിപ്പം പുക മാത്രമാണല്ലോ? അല്ല, തീയുണ്ട്. ഉള്ളിലാണോ? ഉള്ളിൽ. ഇപ്പൊ നമ്മളിപ്പോ ഈ JCB അകത്തേക്ക് പ്രവേശിച്ച് ഞങ്ങളിനി 2 വണ്ടി ഇവിടെ നിർത്തിയിട്ട് 2 വണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരും. ഇപ്പം എന്താ നമ്മളെ മുന്നിലുള്ള ഒരു വെല്ലുവിളി? വെല്ലുവിളി സാറേ, ഇനിയിപ്പോ എന്താണ് നമ്മളെ മുന്നിലുള്ള ഒരു വെല്ലുവിളി? എന്താണ് ഇനിയിപ്പം എങ്ങനെയാണ് ഇത് അണയ്ക്കാനുള്ളത്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പിന്നെ മുകളിൽ ഷെഡൊക്കെ അവിടെ അമർന്നു പോയതാണ്. അപ്പോൾ അമർന്നു പോയതുകൊണ്ട് അത് JCB വെച്ചിട്ട് പൊക്കി മാറ്റി മതിലൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് വെള്ളം അടിക്കുന്നത്. അപ്പോൾ വീണ്ടും കത്തുന്നത് ചില അടിയിൽ ഇങ്ങനെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് JCB വെച്ചിട്ട് മാന്തിയിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് പരത്തിയിട്ടിട്ട് വെള്ളം അടിക്കുകയാണ്. അപ്പോൾ ഈ പുറത്ത് കാണുന്ന തീ മാത്രമേ അണഞ്ഞിട്ടുള്ളൂ, ഉള്ളിൽ ഇപ്പോഴും തീയുണ്ട്? അതിൽ ഒരു പിന്നെ അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രം, ബാക്കിയുള്ളടത്ത് ഏകദേശം 90% തീർന്ന് അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊപ്ര പിണ്ണാക്ക് അതിലൊക്കെയാണോ തീ പടർന്നോണ്ട്? കൊപ്ര പിണ്ണാക്കിലേക്ക് ഇതേ JCB വെച്ചിട്ട് നമ്മൾ ഇളക്കിയിട്ട് അണച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി തുടങ്ങിയ ദൗത്യമാണ്. ഇതുവരെ അത് പൂർണ്ണമായിട്ടും, അതായത് 90% തീ അണച്ചു. പക്ഷേ ബാക്കി അപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉൾമേഖലയിലാണ് തീ ഉള്ളത്. പുറത്തത്തെ തീയൊക്കെ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഷീറ്റാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇതൊക്കെ തന്നെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ താഴേക്ക് വീഴുന്ന പശ്ചാത്തലത്തിൽ അതൊക്കെ എടുത്തു മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ട് തന്നെ, വലിയ രീതിയിൽ ചൂടുള്ളതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ അവിടെ ചെന്ന് എടുത്തു മാറ്റുക സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് വലിയ എണ്ണയുടെ കാനുകളും അതുപോലെ തന്നെ മുഴുവനായിട്ടും ഇവിടെ എണ്ണയും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ തീ അണയ്ക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. നേരത്തെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊപ്ര, അതുപോലെ തന്നെ ഈ പിണ്ണാക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ടുമുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തീ അണയുകയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അതിന് സമയമെടുക്കും എന്ന കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 13 ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഈ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ എണ്ണയുടെ കാനുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇതിലൊക്കെ തന്നെ എണ്ണകളുണ്ടായിരുന്നു. ഇവിടെ മൊത്തമായിട്ട്, അതായത് ഈ നിലത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലായിടത്തും മൊത്തമായിട്ട് എണ്ണയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ തീ കത്തുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ സാധിക്കുമെങ്കിൽ, അതായത് ഇത് ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ തന്നെ കൊപ്രയാണ്. ആ കൊപ്രയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ തീപിടുത്തം ഉള്ളത് ഈ കൊപ്രയിലാണ്. ആ കൊപ്രയിലാണ് ഇപ്പോൾ തീ ആളിപ്പടരുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ പുകപടലം ഈ മേഖലയിൽ ഒന്നാകെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നലെ രാത്രി ആരംഭിച്ച ദൗത്യമാണ്. അപ്പോൾ ഫയർ എഞ്ചിനുകളിലെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വീണ്ടും നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പോവുകയാണ്. അപ്പോൾ നിലവിൽ 2 ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രം ഇവിടെ നിർത്തി ബാക്കി ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ വെള്ളം നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. കാരണം ഇത് പൂർണ്ണമായിട്ടും അണയ്ക്കണമെങ്കിൽ ഏറെ സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോറി അത് പൂർണ്ണമായിട്ടും കേടുപാടുകൾ സംഭവിച്ച് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായി എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.
അതായത് 90% തീ അണച്ചു എന്ന് പറയുമ്പോഴും ബാക്കി വരുന്ന ആ 10% അതിപ്പോഴും വലിയ അളവിൽ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു ഇവിടെ. പക്ഷേ ആ ദൗത്യം അത് പൂർണ്ണ അർത്ഥത്തിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നേരത്തെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും സമയമെടുക്കും എന്ന കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. ഏകദേശം ഇന്നലെ രാത്രി ഒരു 11:10-20 ആ സമയമാകുമ്പോഴാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 8 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ട്. അപ്പോൾ ആ കടക്കുന്ന സമയത്ത് ഇതുവരെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ചേട്ടാ, ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ അതെ അതെ. എന്താണ് ഇനിയിപ്പം ഉള്ളിൽ വലിയ രീതിയിൽ തീയുണ്ടോ? അതെ, ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ട് നിൽക്കുക. ഫയർഫോഴ്സ് പറഞ്ഞ് നോക്കിയിട്ടേ പോകുള്ളൂ പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒന്നും കഴിഞ്ഞില്ല, മൊത്തം പോയി കിടക്കല്ലേ. ഈ പ്രദേശവാസിയാണ്? ഇല്ല, ഞാൻ സ്റ്റാഫാണ്. ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ സാധാരണ എങ്ങനെ ഇവിടെ വലിയ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടാവണം? ഇല്ല, സ്റ്റോക്ക് ഉണ്ട് ഒരുപാട്. ഇപ്പോൾ ഓണായതിനെ കൊണ്ട് ഒരുപാട് സ്റ്റോക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഒന്നും പറയാൻ കഴിഞ്ഞില്ല എനിക്ക്. മുൻപ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അത് ലോറിയാണ്. ആ ലോറി പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഗോഡൗണാണ്. ആ ഗോഡൗണിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഇതുവരെ തീ നിയന്ത്രണ വിധേയമായി. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഇത് കെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ കാണാൻ. പ്രത്യേകിച്ച് ഉൾമേഖലയിൽ, അതായത് ഈ ഗോഡൗണിൻ്റെ ഉള്ളിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും തീപിടുത്തം അല്ലെങ്കിൽ തീ പടരുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഏറെ നീണ്ട നേരം നിന്ന ദൗത്യമാണ്. പക്ഷേ ഇനി പുകപടലമാണ് വലിയ രീതിയിൽ ഉയരുന്നത്. അപ്പോൾ ആ പുകപടലം പൂർണ്ണമായിട്ടും അണയണമെങ്കിൽ ഏറെ നേരമെടുക്കും. മാത്രമല്ല ഫയർ എഞ്ചിനുകളിലെ വെള്ളമൊക്കെ തന്നെ തീർന്നു തുടങ്ങി. അപ്പോൾ കൂടുതൽ ഫയർ എഞ്ചിനുകളിൽ ഏകദേശം 13 ഫയർ യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അത് വിവിധ ഇടങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയതാണ്. ആ കണക്ക് ഇങ്ങനെയാണ്: മാവൂരിൽ നിന്ന് 1 ഫയർ യൂണിറ്റ്, അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ നിന്ന് 2 ഫയർ യൂണിറ്റ്, വെള്ളിമാടുകുളിൽ നിന്ന് 2 ഫയർ യൂണിറ്റ്, നരിക്കുനിയിൽ നിന്ന് 1, പേരാമ്പ്രയിൽ നിന്ന് 1, മുക്കം 2, ബീച്ചിൽ നിന്ന് 1, മീഞ്ചന്ത ഫയർ യൂണിറ്റിൽ നിന്ന് 3. അങ്ങനെ ഇത്തരത്തിൽ 13 ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇന്നലെ രാത്രി ഏകദേശം 15 യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ യൂണിറ്റുകൾ ഇപ്പോൾ വെള്ളം നിറയ്ക്കാൻ മറ്റാവശ്യങ്ങൾക്കുമൊക്കെ തന്നെയായിട്ട് പലയിടങ്ങളിലേക്കായി പോവുകയും ചെയ്തിട്ടുണ്ട്. സാറേ, ഇനിയിപ്പം കുറേ സമയം എടുക്കുമോ? എന്താ അവസ്ഥ ഇപ്പോഴത്തെ? ഇനിയും ഒരു മണിക്കൂറിൻ്റെ മേലെ എന്തായാലും ആവശ്യമുണ്ടാവും. ഇത്രയും ഏരിയ ഇനിയും കവർ ചെയ്യാൻ. പ്രധാനമായിട്ട് ഇനിയിപ്പം എന്താണ്, എവിടെയാണ് ഇപ്പോൾ തീയുള്ള കാണുന്നത്? നമ്മൾ തീയുള്ളതിൻ്റെ അവസാന ഭാഗത്തും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ചുകൂടി ഫയറുണ്ട്. അത് കംപ്ലീറ്റ് അണഞ്ഞിട്ടില്ല. ഈ കൊപ്ര ഒക്കെ ഉള്ള സ്ഥലത്താണോ കൂടുതലായിട്ടുള്ളത്? കൊപ്ര പിണ്ണാക്കൊക്കെ ഉള്ള ഭാഗത്താണോ? അതെ, ആ ഭാഗത്താണുള്ളത്. ഇതിൻ്റെ ടാങ്കിലെ ഏരിയ ഉണ്ട്. ശരി, എന്തായാലും ഇന്നലെ രാത്രി തുടങ്ങിയ തീപിടുത്തമാണ്, അത് ഇപ്പോഴും തുടരുകയാണ്. അവിടെയുള്ള കൊപ്രയൊക്കെയാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം അതവിടെ പുരോഗമിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.